നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നാരായണീയം ദശകം 1 ശ്ലോകം 9 പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ ഏകാദശി വ്രതത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകാദശി വ്രതത്തിൽ നമുക്ക് ദശകം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭഗവാൻ ഒരു അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സമയം നമുക്ക് ഒട്ടും കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. ഐശ്വര്യാധീശതന്യേ ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. ഐശ്വര്യാധീശതന്യേ ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ പ്രതിപദമധുരേ. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ചേതനാസ്പീതഭാഗ്യാഃ. ചില ബുക്കിൽ ചേതനാസ്പീതഭാഗ്യത്വം എന്നാണ് പറയണത്. ചില ബുക്കിൽ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ സ്പ്ലിറ്റായി കൊടുത്തുകൊണ്ട് ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണ ഗണധാര ശൗരേ നമസ്തേ. ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണ ഗണധാര ശൗരേ നമസ്തേ. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണ ഗണധാര ശൗരേ നമസ്തേ. ഒന്നുകൂടെ നമുക്ക് ഈ വാക്കുകൾ ഒന്നുകൂടെ പിറക്കി പിറക്കി തന്നെ വായിക്കാം. കാരുണ്യാത് കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണ ഗണധാര ശൗരേ നമസ്തേ. ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണ ഗണധാര ശൗരേ നമസ്തേ. ഇനി നമുക്കിത് ഈണത്തിലൊന്ന് ചൊല്ലാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. ഐശ്വര്യാധീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാരാമ ഏവേത്യതുലഗുണഗണധാര ശൗരേ നമസ്തേ. ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പാടാം. കാരുണ്യാത് കാമമന്യം പാടിക്കും. എല്ലാവരും എൻ്റെ കൂടെ തന്നെ പാട്. ഒന്നുകൂടെ.
കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതിന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്ദീ പ്രതിപദമധുരേ ചേതനസ്ഫീതഭാഗ്യാः ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗിണാധാരശൗരേ നമസ്തേ. അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഈ ദശകം ഒന്ന് മുഴുവനായിട്ട് പാടാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തരട്ടെ. ഞാൻ ഇന്ന് 10ാമത്തെ ശ്ലോകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ തന്നെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഭഗവാന്റെ ദശകം ഒന്ന് ചൊല്ലാം. അപ്പോൾ എല്ലാവരും ദശകം 9 വരെ നല്ലതുപോലെ പഠിക്കുക. ദശകം 10 ഞാനിന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ദശകം 9 ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇതിൻ്റെ പ്രീവിയസ് 1 മുതൽ 8 വരെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയി അതും കാണുക. പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അത് പഠിക്കുക. എന്നിട്ട് നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് രാവിലെ തന്നെ ദശകം 1 പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് അപ്പോൾ കണ്ടോ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങി ആദ്യം തന്നെ ഒരു ഏകാദശി വന്നു. ആ ഏകാദശിയുടെ ആ സമയത്ത് നിങ്ങൾക്ക് 10 ശ്ലോകവും 1ാമത്തെ ദശകത്തിലെ 10 ശ്ലോകവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് ഭഗവാൻ നമുക്ക് തരേണ്ടത് അല്ലേ? അപ്പോൾ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട്, മകനായിട്ട്, ജ്യേഷ്ഠനായിട്ട്, സഹോദരനായിട്ട് എല്ലാമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട്. നിങ്ങളപ്പോൾ ഏകാദശി എടുക്കുന്നവരും എടുക്കാത്തവരും നാരായണീയം ചൊല്ലുക. എല്ലാവർക്കും നന്ദി.